കണ്ടില്ലേ, ഇത് കണ്ട പപ്പടം കണ്ട, ഇങ്ങനെ പപ്പടം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. പരീക്ഷണമാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടാണ്. ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കാരണം മുമ്പ് ഞങ്ങളുടെ വീട് ഈ വീടല്ല കേട്ടോ, പണ്ടത്തെ വീട്ടിലായിരിക്കും ഒരു ഇതുണ്ടായിരുന്നു. ആൻ്റണി മേസ്തിരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മതിലൊക്കെ പണിയാൻ വന്ന ഒരു ആങ്കിളൊക്കെ മരിച്ചു പോയിട്ടാ. ആ അങ്കിള് പണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. പപ്പടം വെച്ച് ഒരു കറി. ഇത് കുറച്ച് തേങ്ങ ചെറിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ, മല്ലിപ്പൊടി, ചുവന്നുള്ളി, ഉണക്കമുളക്, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം വറുക്കാട്ടാ. ആദ്യം ഞാനിവിടെ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. തേങ്ങയും മല്ലിപ്പൊടിയും ഉള്ളിയും ചുവന്നുള്ളിയും പിന്നെ ഉണക്കമുളകും പെരിഞ്ചീരകവും. നമ്മളിപ്പോൾ തേങ്ങയും ഉണക്കമുളകും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ഒക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വറുത്തിട്ട് നമ്മളിത് അരയ്ക്കാൻ പോവുകയാണ്. മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് ആദ്യം കടുക് കളിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കടുക് താളിച്ചു. എന്നിട്ട് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞു വഴറ്റി, പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ വറുത്തത് അരച്ചിട്ട് ചേർത്തിട്ട് നല്ല ഇതാണ്ട ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തു കണ്ടോ. ഇനി ഞാനെന്ത് ചെയ്യുന്നത്, വറുത്ത് വെച്ചേക്കണ നമ്മുടെ പപ്പടം ഇല്ലേ, ആ പപ്പടം എടുത്ത് ഇതിലിടേണ്ട. ഉപ്പ് ചേർക്കണം കേട്ടോ. അതിന് മുമ്പ് അധികം ഉപ്പ് ചേർക്കണ്ട, കാരണം പപ്പടത്തിൽ ഒരു ഉപ്പുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. കറി നല്ലതാണ് കേട്ടോ. നമ്മൾ ഒന്നുമില്ലാതെയൊക്കെ ഇരിക്കുന്ന അവസരങ്ങളില്ലേ കറി ഉണ്ടാക്കാനായിട്ട്. കറിക്ക് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു തേങ്ങയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നടക്കും സംഭവം. അപ്പം എന്തായാലും ഞാനിത് കഴിച്ച് നോക്കട്ടെ. നിങ്ങളും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം കേട്ടോ.